കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്ന് നമ്മുടെ ഏതു പ്രശ്നത്തിലും ഇടപെടും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നാം പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, നാം അനുഭവിക്കുന്ന സഹനങ്ങൾ, നാം അനുഭവിക്കുന്ന രോഗപീഠകൾ എല്ലാം ദൈവം അനുവദിക്കുന്നതാണ് എന്ന്. എന്നാൽ ദൈവം സഹനങ്ങൾ തന്ന മനുഷ്യമക്കളെ പീഡിപ്പിക്കാറില്ല. ചില സഹനങ്ങൾ തരുന്നത് പിശാചാണ്, ദൈവമല്ല. ചില സഹനങ്ങൾ മനുഷ്യൻ ഏൽക്കേണ്ടി വരുന്നത് ദൈവിക നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോടിയാണ്. ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ നേരിടേണ്ടി വരുന്ന വേദന തലമുറകൾ നൽകുമെന്നുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഇസ്രായേൽ ജനങ്ങൾ നേരിടേണ്ടി വന്ന പല സഹനങ്ങളും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. സ്നേഹമുള്ളവരെ, ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 36-ാം തിരുവചനം പ്രഖ്യാപിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു എന്നാണ്. പാപത്തെ അതിജീവിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ള സഹനശക്തി നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവികമല്ല എന്ന തിരിച്ചറിവും നമുക്കുണ്ടായിരിക്കണം. തിരുവചനത്തിൽ നാം കാണുന്നു, കൂനുള്ള സ്ത്രീയെ കർത്താവായ യേശു സുഖപ്പെടുത്തുമ്പോൾ അവൾ അനുഭവിക്കേണ്ടി വരുന്ന രോഗപീഠകളും സഹനങ്ങളും ദൈവികമല്ലെന്നും പിശാചവളെ പീഡിപ്പിച്ചിരുന്നതാണെന്നും ബന്ധിച്ചിരുന്നതാണെന്നും കർത്താവായ യേശു വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ പിന്നിൽ പൈശാചികമാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ പ്രതിയുള്ള, സുവിശേഷത്തെ പ്രതിയുള്ള സഹനമാണ് നമ്മെ അനുഗ്രഹത്തിലേക്കും ഉണർവിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളും ദേശങ്ങളും ഉണരേണ്ട സമയമായി. പൈശാചിക ശക്തികളിൽ നിന്ന് മോചനം നേടുവാൻ സമയമായി. പ്രാർത്ഥനകളിൽ ഉണർന്ന് പ്രശോഭിക്കുവാൻ, അഭിഷേകം നേടിയെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ കരുതുന്ന കർത്താവായ യേശു, അവിടുന്ന് നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്ന ദൈവം, നമ്മെ കൈവിടാത്ത കർത്താവായ യേശു കൂടെയുണ്ട്. നമുക്ക് വിശ്വാസത്തോടുകൂടി നമ്മുടെ സകല ഭാരവും അവിടുത്തെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എഴുതിയാകുന്ന പ്രശ്നങ്ങളിൽ നാം വീണുപോയാൽ നമ്മുടെ കർത്താവിന്റെ കരം അവിടെ നമ്മെ താങ്ങുവാനായി കടന്നു വരും. കാരണം നമ്മുടെ ദൈവം നമ്മെ എരിയുന്ന തീച്ചൂടയിൽ വലിച്ചെറിയുന്ന ഒരു ദൈവമല്ല. നമ്മെ സഹായിക്കുന്ന കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല,
യേശുവിൻ കരങ്ങളിലാ. ആമേൻ. ഹല്ലേലൂയ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നമ്മുടെ കർത്താവായ യേശുവിൽ ഉണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും. വിശ്വാസത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ നിരാശകളെ മാറ്റി അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ചെല്ലാം. ആഴങ്ങൾ കടന്നിടുമ്പോൾ ഘോരമാം ശോധനയിൽ, ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിൽ. ആമേൻ. ഹല്ലേലൂയ. നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. ആമേൻ. ആമേൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നമ്മുടെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ നാം കരുതുക, നമ്മുടെ കർത്താവായ യേശു നമ്മെ ആശ്വസിപ്പിക്കുവാൻ കൂടെയുണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും. എന്നെന്നും നമ്മെ അവിടുത്തെ പരാജയങ്ങളിൽ തള്ളിവിടുകയില്ല. നമ്മെ അവിടുത്തെ വിജയങ്ങളിലേക്ക് ഉയർത്തും. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു കൂടെ അവിടെ നിന്ന് നമുക്ക് അനുകൂലം. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ആമേൻ. ആമേൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ആമേൻ. ഹല്ലേലൂയ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഇന്ന് കർത്താവിന്റെ കരുതലും അനുഗ്രഹവും ഇത് ശ്രവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലും വ്യക്തികൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.